Hi students, welcome to ASF Academy. I am Femin. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉള്ള സബ്ജക്റ്റിലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെ എന്നാണ് നോക്കുന്നത്. ഇത് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കണം ഓൺ ദ ബേസിസ് ഓഫ് പഴയ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെയും നമ്മളുടെ പുതിയ സിലബസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്കറിയാം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് തിയറി പ്ലസ് പ്രോബ്ലം ആണ്. അപ്പോൾ തിയറിക്കും പ്രോബ്ലത്തിന് 50-50 ചാൻസസ് ആണ്. അപ്പോൾ അതിന്ന് തിയറി പോർഷനിലെ ഏതൊക്കെ പോർഷനാണ് സാധ്യത കൂടുതലുള്ള ഏരിയാസ്, ഏതൊക്കെ ഏരിയാസ് ആണ് ഒക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന തിയറി മാത്രമാണ്, ഇതിന്റെ കൂടെ പ്രോബ്ലംസും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. ഓക്കെ, പ്രോബ്ലം നമുക്ക് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ലല്ലോ. എങ്കിൽ കൂടി തിയറീസ് ഏതൊക്കെ വരികയെന്നുള്ള ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോണ ഏറ്റവും ഷോർട്ട് ആൻസറിൽ വരുന്നതും പിന്നെ ഷോർട്ട് എസ്സേക്കും ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മീനിങ് അല്ലെ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മീനിങ്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മീനിങ്, ലിവറേജ് മീനിങ്, വർക്കിംഗ് ക്യാപിറ്റൽ ഡെഫിനിഷൻ. വർക്കിംഗ് ക്യാപിറ്റലിന്റെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്തായാലും ഷോർട്ട് എസ്സേയിലും ഷോർട്ട് ആൻസറിലും ആ ഒരു പോർഷനിൽ എന്തായാലും ഉണ്ടാവും ക്വസ്റ്റ്യൻസ്. മെയിൻ ആയിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ഫസ്റ്റ് ചാപ്റ്ററും ഫസ്റ്റ് മോഡ്യൂളും ലാസ്റ്റ് മോഡ്യൂളും സെക്കൻഡ് മോഡ്യൂളും ഒക്കെയാണ് ഈ തിയറിക്ക് കൂടുതൽ ചാൻസസ് ഇല്ല. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റലിനൊക്കെ എന്തായാലും എസ്സേക്ക് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഒക്കെ. ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡെഫിനിഷൻ, ബോണ്ട് ഡിവിഡൻഡ് മീനിങ്, ക്യാപിറ്റൽ റേഷനിങ് മീനിങ്, cost of equity meaning, operating leverage meaning, finance decision meaning, sweat equity meaning, distinguish between gross and net working capital, scrip dividend meaning, weighted average cost of capital meaning, stable dividend policy meaning, sweat equity shares definition, distinguish between implicit and explicit cost, capital gearing meaning, discount technique meaning, cost of holding inventories ന്റെ ഒരു ഷോർട്ട് നോട്ട്. ഈ ഷോർട്ട് നോട്ട് പറയുന്ന എസ്സേക്കല്ല, ഷോർട്ട് ആൻസറിന്റെ പരുവത്തിൽ എഴുതാൻ പറ്റുന്ന ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി മീനിങ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡെഫിനിഷൻ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ, ഷോർട്ട് എസ്സേക്കൊക്കെ കൂടുതൽ ചാൻസസ് ഉണ്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. Dividend payout ratio meaning, name various methods of computing cost of equity capital. അത് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് വേരിയസ് മെത്തേഡ്സ്. സോഴ്സസ് ഓഫ് ഷോർട്ട് ടേം ഫിനാൻസ്, ടൈം വാല്യൂ ഓഫ് മണി ഡെഫിനിഷൻ, ഫിനാൻഷ്യൽ ലിവറേജ് മീനിങ്, ഓവർ ക്യാപിറ്റലൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ജസ്റ്റ് എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോജക്റ്റ് അപ്രൈസൽ മീനിങ്. ഇത്രയാണ് മെയിൻ ആയിട്ട് ഷോർട്ട് ആൻസർക്ക് ഉള്ള ചാൻസസ്. തിയറി പോർഷൻ ചാൻസസിൽ ഒരുവിധം എല്ലാ ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോർട്ട് എസ്സേക്കും ചാൻസസ് ഉള്ള ഏരിയസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ്, ഡിവിഡൻഡ് ഡിസിഷൻ ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിവിഡൻഡ് പോളിസി. Individuals do have a time preferences of for money. State the reason. അതൊരു ഫ്രേസ് ആയി തന്നിട്ട് അതിന് എന്താ റീസൺ എന്ന് പറഞ്ഞാൽ ഷോർട്ട് എസ്സേക്ക് ചാൻസസ് ഉള്ള ഒരു പോർഷൻ ആണ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഷോർട്ട് എസ്സേക്കും ചാൻസസ് ഉണ്ട്. വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് സുപ്പീരിയർ ടു ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ നമ്മളെ വെൽത്ത് മാക്സിമൈസേഷനും പ്രോഫിറ്റ് മാക്സിമൈസേഷനും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് അതിന്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ കൊടുത്താൽ മതി. പേ ബാക്ക് പീരിയഡ്, അതേപോലെ അതിന്റെ അഡ്വാൻറ്റേജസും പേ ബാക്ക് പീരിയഡിന്റെ. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇമ്പോർട്ടൻസ് ചോദിക്കുമ്പോൾ ഫസ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താ എഴുതിയ ശേഷം മാത്രമേ ഇമ്പോർട്ടൻസ് എഴുതാൻ പാടുള്ളൂ. ഷോർട്ട് എസ്സേക്കുള്ള ഒരു ചാൻസ് ഇല്ല ഏരിയ. തിയറീസ് ഓഫ് നെറ്റ് ഇൻകം ആൻഡ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സ്, ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നെക്സ്റ്റ്, ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്. ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ് ഡീറ്റെയിൽഡ് നോട്ടായിട്ട് ഷോർട്ട് എസ്സേക്ക് ചാൻസസ് ഉള്ള ഒരു ഏരിയ ആണ്. വേരിയസ് ടെക്നിക് ഓഫ് എഫിഷ്യന്റ് ക്യാഷ് മാനേജ്മെന്റ് ഡീറ്റെയിൽഡ് എസ്സേക്ക് ചാൻസസ് ഉള്ള ഒരു ഏരിയ ആണ്. അതേപോലെ റിസീവബിൾ മാനേജ്മെന്റ് ആൻഡ് ഇറ്റ്സ് സ്കോപ്പ്. നെക്സ്റ്റ്, അപ്രോച്ച് ആൻഡ് ഇറ്റ്സ് ലിമിറ്റേഷൻ. ഷോർട്ട് എസ്സേക്ക് ചാൻസസ് ഉള്ള ഏരിയ, അവിടെ നിന്നൊക്കെ കൂടുതൽ പ്രോബ്ലംസിനും ചാൻസസ് ഉണ്ട്. റഫറിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ്, financial leverage and its limitations, different types of dividend policy, bonus shares and advantages of issuing bonus shares,
വേരിയസ് കൈൻഡ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, റിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻറ്റ്, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഷോർട്ടസ്റ്റ് ഡേറ്റ് ചാൻസസ് ഇല്ലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിനിങ് ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ അപ്രോച്ച് ഓഫ് എസ്റ്റിമേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ. എസ്സേക്ക് ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ആൻഡ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ആൻഡ് സ്കോപ്പ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിവിഡൻഡ് ഡിസിഷൻ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഇത്രയാണ് മെയിൻ ആയിട്ട് എസ്സേക്കും ഷോർട്ട് എസ്സേക്കും പിന്നെ ഷോർട്ട് ആൻസറിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. നമുക്കറിയാം ഇത് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല, കൂടെ തിയറി പ്രോബ്ലംസും വർക്ക്ഔട്ട് ചെയ്യുക. പ്രോബ്ലംസിനും തിയറീസിനും 50-50 ചാൻസസ് ആണ്. മെയിൻ ആയിട്ട് തിയറീസ് വരാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് ഫസ്റ്റ് മോഡ്യൂളിൽ നിന്നും ലാസ്റ്റ് മോഡ്യൂളിൽ നിന്നാണ് മെയിൻ ആയിട്ട് വരുന്നത്. മറ്റു മോഡ്യൂൾസ് ഒന്നും വരും, ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളത് എന്ന് പറയും ഈ 2 മോഡ്യൂളാണ്. നിങ്ങൾക്ക് ഇത് നോക്കി നിങ്ങൾ എന്തായാലും കൃത്യമായി പഠിക്കുക. ഇതിന്റെ കൂടെ പ്രോബ്ലംസും വർക്ക്ഔട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കേണ്ടത്. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക, അവർക്ക് യൂസ്ഫുൾ ആവട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കമൻറ്റിൽ ഞാൻ ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.